അതെ, ഇന്ന് നമ്മൾ ഇറ്റലിയിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇവിടെ വാങ്ങുന്നതെന്ന് കാണിച്ചു തരാം. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നാട്ടിലത്തെ പോലെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. വീട്ടിൽ കിട്ടുന്ന പോലെ കുറേ ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും. അത് ഏതൊക്കെയാണ് കാണിച്ചു തരാവേ. ഇപ്പം ഇത് മാംഗോയ്ക്ക് ഇവിടെ 1 കിലോയ്ക്ക് 1.49 യൂറോ. അതായത് നാട്ടിലൊരു ഏകദേശം 100 സംതിങ് ഒക്കെ വരും തോന്നുന്നു. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞോളൂ. ഇപ്പോൾ തേങ്ങയാണ്, പക്ഷേ നമ്മുടെ നാട്ടിലെ തേങ്ങയല്ല, കോസ്റ്റാദി അവോറിയോ ആണെന്ന് തോന്നുന്നു വന്ന സാധനം. ഇതിൻ്റെ അകത്ത് കുലുക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല, പക്ഷേ പൊട്ടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും. അവിടെ ലെമൺ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ലെമൺ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ലെമണിൻ്റെ ഒരു ട്രീ നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ സീസൺ അനുസരിച്ച് എല്ലാ ഫ്രൂട്ട്സും ഇവിടെ. ഇപ്പോൾ കിവി ഉണ്ട്, പോംഗ്രനേറ്റ് ഉണ്ട്. അവൊക്കെയുടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ 3 എണ്ണത്തിനൊക്കെ 3.89 ഒക്കെ. പക്ഷേ ഇത് നമുക്ക് മാർക്കറ്റ്സിൽ കുറച്ചും കൂടി വില കുറഞ്ഞ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വേണമെന്നുള്ളവർക്ക് വാങ്ങാം. പിന്നെ അതുകൊണ്ട് പ്ലം, സീസൺ അനുസരിച്ച് ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും നമുക്ക് മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ പുറത്തും അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് കുറച്ച് കിവി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം അതെങ്ങനെ എടുക്കുന്നത് ഞങ്ങളെ കാണിച്ചു. കിവി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാക്കറ്റിലാക്കി എടുക്കാം. നമ്മൾ ഇത്ര എടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു കൗണ്ടറുണ്ട്. നമ്പർ 549 ആണ്. അപ്പോൾ നമ്മളിത് പഠിച്ച് കഴിയുമ്പോൾ കിവിയുടെ ഒരു സ്ലിപ്പ് വരും. അതായത് നമ്മൾ എടുത്തിരുന്ന ഇത്രയും കിവിക്ക് 2.39 അപ്പോൾ ഇത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ നമുക്ക് ബില്ല് അടിച്ചിട്ട്. ഇപ്പോൾ വെജീസിൻ്റെ സെക്ഷൻ, ഇപ്പോൾ വെജിറ്റബിൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പല കൈൻഡ് ടൊമാറ്റോസ് ഇരിക്കുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവരുടെ ഫുഡിൽ ഒരുപാട് വെജീസ്, നമ്മളത് ഡയറ്റ് ഫുഡായിട്ട് കഴിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ നോർമൽ ഫുഡ് തന്നെയാണ് ഈ പറയുന്ന പോലെ ചെറിയ ടൊമാറ്റോസ് അല്ലെങ്കിൽ കുക്കുംബേഴ്സ് അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് ലീഫി വെജിറ്റബിൾസ് ഇവർ കഴിക്കും സാലഡ്സ് ആയിട്ട്. ഇവിടെ സീസൺ അനുസരിച്ചിട്ട് പല ലീവ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിതിൽ ഇൻസലാത്താന്ന് ഇവിടെ പറയുന്നത് സാലഡ്സിന്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇലകളായി ഇരിക്കുന്നതെല്ലാം ഇത് നമ്മുടെ ചീരയാണ്, പാലക്ക്. ഇത് നമ്മളിത് വാങ്ങിച്ചിട്ട് ഇവിടെ തോരനൊക്കെ വയ്ക്കും. നമുക്കിത് 1 യൂറോയ്ക്ക് 1 കിലോ അല്ലെങ്കിൽ ഒരു ബണ്ടിലൊക്കെ ഇവിടുത്തെ സാറ്റർഡേ മാർക്കറ്റ്സ് കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ഐറ്റംസ് അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രൊക്കോളിയുടെ പല ടൈപ്പ്, ക്യാബേജ്, പിന്നെ ഇതൊക്കെ വേറെ ടൈപ്സ് ഓഫ്, അതായത് നമുക്ക് സാലഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇലകളാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെന്താ കറക്റ്റായിട്ട് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ലെറ്റ്യൂസ്, അതെ, പല കൈൻഡ് ഓഫ് ലെറ്റ്യൂസ് ആണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് വാങ്ങിച്ച് ഒലീവ് അല്ലെങ്കിൽ വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പഠിച്ചു നാട്ടിലത്തെക്കാട്ടിലും തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഉരുളക്കിഴങ്ങ്, ഈ ഒരു സെക്ഷൻ മൊത്തം ഫ്രീസർ സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ്, അതേപോലെ തന്നെ ഗ്രേറ്റഡ് ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ക്യാരറ്റ്സ്, അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് ഗ്രേറ്റഡ് ആയിട്ട് വെച്ചിരിക്കും. അല്ലെങ്കിൽ ഈസി ടു കുക്കിനുള്ള രീതിയിലാണ് ഇവിടെ കൂടുതൽ ഐറ്റംസ് വയ്ക്കാറുള്ളത്. അതിൽ മഷ്റൂംസ് ഉണ്ട്, പൊട്ടറ്റോസ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ട ഒലിവിൻ്റെ ഒക്കെ ഇല്ലേ, ഞങ്ങളെ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഉപ്പിലിട്ട ഒലിവിങ്കായ നമ്മൾ നോർമലി ഇത് പോകുന്ന വഴിക്കൊക്കെ മരത്തിൽ നിൽക്കുന്നതാണോ പറിച്ചിട്ട് പോയി നമ്മൾ തന്നെ ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട്. ഇവിടെ നമുക്ക് പാക്കറ്റായിട്ട് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഓരോ ഐറ്റംസ്. ഇത് പാലാണ്. ഇതിപ്പോൾ ഓഫറിലിട്ടിരിക്കുക. ഇതിപ്പോൾ 89 സെൻറ്റാണ് 1 ലിറ്റർ പാലിന് ഇവർ കാണിച്ചിരിക്കുന്നത്. പാല് തന്നെ പല രീതിയിലുള്ളത്, ഫാറ്റ് കൂടിയത്, ഫാറ്റ് കുറഞ്ഞ അനുസരിച്ചിട്ട് പല വിലയുടെ പല പാല് കിട്ടും. നമ്മൾ ഓഫർ വരുന്ന നോക്കിയിട്ട് 1-2 വാങ്ങിച്ച് വെച്ചിട്ട് ചിലപ്പോൾ അത് തിരിച്ച് പനീറൊക്കെ ഉണ്ടാക്കുക. കാരണം പനീറിനൊക്കെ ഇവിടെ കുറച്ചൊരു എക്സ്പെൻസീവ്സ് ആയിട്ടും. അപ്പോൾ നമ്മൾ പനീർ ഏഷ്യൻ സ്റ്റോൾസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ പനീറാക്കാനും അല്ല നമ്മൾ ചായ കുടിക്കാനും ഒക്കെ നമ്മൾ പാൽ യൂസ് ചെയ്യുന്നതിനൊക്കെ നമ്മളിത് ഉപയോഗിക്കും. പല ഫ്ലേവേർഡായിട്ടുള്ള യോഗേർട്ട് അല്ലെങ്കിൽ നമുക്ക് ക്രീമായിട്ട് ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. തിരമിസും ഒക്കെ നമുക്ക് ഫ്രോസൺ ആയിട്ട് നമുക്ക് കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുട്ടി സ്നാക്സ് ഐറ്റംസും പോലത്തെ, അതായത് യോഗേർട്ടിൻ്റെ പല ഫ്ലേവറാണ് നോർമലി ഇവിടെയൊക്കെ വെക്കാറുള്ളത്. നമ്മൾ അതിൽ പൊതുവേ ഗ്രീക്ക് യോഗേർട്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വാങ്ങാറുള്ളത്. നമുക്കിപ്പോൾ ഒരു ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. നമുക്കുണ്ട് ഇപ്പോൾ വലിയ പാക്കറ്റ് യോഗേർട്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു വലിയ പാക്കറ്റ് യോഗേർട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ കൊച്ചു ചെറിയ പാക്കറ്റിൽ കിട്ടും. ഇതിനിവിടെ 29 സെൻറ്റ് അല്ലെങ്കിൽ 35 സെൻറ്റിനൊക്കെ നമുക്ക് പല സൂപ്പർ മാർക്കറ്റ്സിൽ പല ഫ്ലേവറിൽ ഇത് അവൈലബിൾ. ഫ്ലേവറിൽ വരുന്ന ഐറ്റംസ് അല്ലേ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ബിയറൊക്കെ കുടിക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ ബിയറൊക്കെ ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ്. ഇത് കറോണയുടെ ഒരു ബിയർ. ഇവിടെ ഇതൊന്നും കുടിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇത് സൂപ്പർ മാർക്കറ്റ്സ് തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 1/2 ലിറ്റർ പോലെ സംതിങ് എന്തോ ഉള്ളൂ. ഇതിനിവിടെ 1.25 എന്ന് പറയുമ്പോൾ നാട്ടിലെ 100 സംതിങ്ങേ ആവുന്നുള്ളൂ. ഇതൊക്കെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള പാസ്ത. അപ്പോൾ ഈ പാസ്തയിലല്ല, ശരിക്കും ടൊർട്ടലോണിന്നാണ്. എനിക്കിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഫില്ലിങ്സ് ആണ്. ചിലപ്പോൾ സ്പിനച്ച് ആയിരിക്കും, ചിലപ്പോൾ പോർക്കായിരിക്കും, ചിലപ്പോൾ ബീഫായിരിക്കും. അങ്ങനെ ഓരോ ഫില്ലിങ്സിനനുസരിച്ചിട്ട് ഓരോ ഫ്ലേവറിൽ ഇതിങ്ങനെ ഫ്രോസൺ ആയിട്ട് അവൈലബിൾ ആയി. നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ആ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ബേക്കറി ഐറ്റംസ് പോലെ പിസ്സ, അതൊക്കെ നമുക്ക് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നവർക്ക് വിശക്കുവാണെങ്കിൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവൈലബിലിറ്റി ഉണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക്
പൈസ കൊടുത്ത് ഇവിടെ തന്നെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം. അതേപോലെ മീറ്റൊക്കെ ആണെങ്കിലും കുറേ നാളത്തെ പ്രിസർവ് ചെയ്തിരിക്കുന്ന മീറ്റ് അതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ മറ്റേ ഈസ്റ്റർ എഗ്സ് പോലെ, ഈസ്റ്റർ അല്ലെങ്കിൽ ഇവിടെ മറ്റേ ക്രിസ്മസ് കഴിയുമ്പോൾ ബഫാന എന്നൊരു പരിപാടിയുണ്ട്, അത് ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ സമയത്ത് കിഡ്സ് ആണെങ്കിൽ കിഡ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ എല്ലാവരും വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പം അത് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇത് ഓഫറിലിടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നാട്ടിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ വാങ്ങിച്ച് നേരത്തെ സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. Passiamo alla prossima notizia. La campagna acquisti di Todis si conclude con un clamoroso colpo di mercato alla squadra di prodotti della linea latte delle specialità. Nella nostra linea latte delle specialità arriva la pasta al grano duro senatore Capelli, una gustosa eccellenza italiana che unisce qualità, cultura e tradizione. Provala subito. Sì. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ചീസാണ്. ഇപ്പോൾ ഇറ്റലി അല്ലെങ്കിൽ ജർമ്മനിയിൽ, സ്വിറ്റ്സർലൻഡിലൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചീസ് ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള ചീസുണ്ട്. ഇപ്പം എനിക്കിത് പേര് കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ ഒന്നും അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഷീറ്റ് ചീസ് അല്ലെങ്കിൽ കോഡ് ചീസ്, അല്ലെങ്കിൽ നമുക്ക് പല മറ്റേ ഉപ്പിലിട്ട സാധനങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ റെഡി ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഫിഷ് വരും, ഒലീവ് വരും, അല്ലെങ്കിൽ പ്രോൺസ്, അങ്ങനെ എല്ലാ സ്ക്വിഡൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു വില എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 കിലോ ഒലീവങ്ക ഉപ്പിലിട്ടതിന് നമുക്ക് 11.90 വില വരുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന പോർഷനാണ്. ഇതിലിപ്പോൾ നമുക്ക് ബീഫ്, പോർക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് 545 പോർക്ക് റിബ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചിക്കൻ ഇവിടെ യെല്ലോ കളർ ചിക്കനുണ്ട്, അതുകൊണ്ട് വൈറ്റ് കളർ ചിക്കനുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇവിടെ നിന്ന് എടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ പിന്നെ അതേകൂട്ട് ബീഫ് ലിവർ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഫ്രോസൺ ഐറ്റംസ് ആണ്. അതായത് ഇപ്പോൾ പിസേലി എന്ന് പറയുന്ന ഗ്രീൻ പീസ് ആണ്. ഇതൊക്കെ ഇറ്റാലിയനിലായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളത് വന്ന് കഴിയുമ്പോൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കും. പിന്നെ മഷ്റൂംസ് ആണെങ്കിലും എല്ലാം ഓഫറിൽ വിൽക്കാറും സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ എല്ലാം ഓഫറിലാണ് ഇടാറുള്ളത്. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വാങ്ങിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി, നമുക്ക് കുറച്ച് നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ സെക്ഷൻ മൊത്തം ഐസ്ക്രീംസിൻ്റെയും അല്ലെങ്കിൽ സ്നാക്സിൻ്റെയും ഒക്കെ സെക്ഷൻസ് ആണ്. ഇതിപ്പോൾ ഇവിടുത്തെ പല ഫ്ലേവേഡായിട്ടുള്ള ലിക്വേഴ്സാണ്. ഇപ്പോൾ ലിമോൺചെല്ലോ എന്ന് പറയുന്ന ലെമൺ ഫ്ലേവേഡാണ്. ഇപ്പോൾ ലിമോൺചെല്ലയുടെ തന്നെ പിസ്താഷ്യോ ഫ്ലേവറിലുള്ളതുണ്ട്. അതേകൂട്ട് പല ഫ്ലേവറിൽ ഇതിപ്പോൾ എനിക്കൊന്ന് മെലോണിൽ എഴുതിയിരിക്കുന്ന ഒരു ഇതാണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ മെലൺ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് ഇതിൻ്റെ ഫ്ലേവറിലുള്ളതാണിത്. അങ്ങനെ ഓരോ ചോക്ലേറ്റ് ഫ്ലേവറിലുണ്ട്. ഇവിടെ ചോക്ലേറ്റിന് ചിക്കോളാത്തോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫ്ലേവറിലുള്ളതാണിത്. അങ്ങനെ ഓരോ ഫ്ലേവറിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ വൈനും അതേകൂട്ട് തന്നെ ബിയർ, പിന്നെ ലിക്വേഴ്സ്, ഇതൊക്കെ ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ് തന്നെ അവൈലബിൾ. നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി ബില്ല് കൊടുത്തിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കുപ്പി കാണാൻ ക്യൂട്ടല്ലേ, നല്ല രസമുണ്ട് തോന്നുന്നു. നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ പഠിച്ചതുപോലെ ഇരിക്കുന്നു. ഈ സെക്ഷൻ കൊണ്ട് നമുക്ക് ഫ്രോസൺ ഐറ്റംസ്, അപ്പോൾ ഫ്രോസണിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് തോന്നുന്നു സ്ക്വിഡാണോ എന്ന് തോന്നുന്നു, സ്ക്വിഡ് അല്ല, ഇത് ഒക്ടോപ്പസ് ആണ്. അപ്പോൾ ഇത് ഒക്ടോപ്പസിൻ്റെ ഫ്രോസൺ ആണ്. അതേപോലെ തന്നെ മീൻ്റേതുണ്ട്. മീൻ നമ്മൾ ഉണക്കമീൻ നാട്ടിൽ കിട്ടുന്ന പോലെ പല മീനാണെങ്കിൽ ഉണക്കി ഉപ്പിട്ട് അങ്ങനെ നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടും. അതേപോലെ ഇത് കലമാരി, സ്ക്വിഡ്, നമുക്ക് ഇതെന്ന് പറയുന്നത് മിക്സാണ്. അതായത് ഇപ്പോൾ പ്രോൺസിൻ്റെ ആണെങ്കിലും സ്ക്വിഡിൻ്റെ ആണെങ്കിലും ഒക്ടോപ്പസിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെ ഒരു മിക്സ് ആയിട്ട് ചില സമയത്ത് ഓഫറിൽ വരും, നമുക്കിത് കിട്ടും. ഇതുണ്ടോ, ഇതൊരു ഒക്ടോപ്പസാണ്, 3 ഒക്ടോപ്പസിൻ്റെ ഒരു കോംബോ പാക്കാണ് ഇത്. അങ്ങനെ ഓരോന്ന്. പിന്നെ പ്രോൺസിനോട് എപ്പോഴും ഭയങ്കര വില. നമുക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ എപ്പോഴും നോക്കും. പക്ഷേ പ്രോൺസിന് വിലയാണ്, നമ്മൾ അധികം അങ്ങനെ വാങ്ങാറില്ല. ഇതിപ്പോൾ പ്രോൺസിൻ്റെ നമ്മുടെ നാട്ടിൽ ചെറിയ മീൻ, നെത്തോലി പോലത്തെ ഒരു മീനാണ്. എനിക്ക് മീൻ അറിയത്തില്ല കറക്റ്റായിട്ട് ഏതാണ്, അതിൻ്റെ ഒരു ഇത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബർഗറിൻ്റെ പാറ്റ് കിട്ടി. ഇതിപ്പോൾ സാൽമണിൻ്റെ ബർഗർ പാറ്റിയാണ് ഇങ്ങനെ. അതേപോലെ ഇവിടെ കൂടുതലും നമുക്ക് സെക്കൻഡായിട്ട് നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെ ഫിഷ് ഫിംഗേഴ്സ് എന്ന് പറയും ഒക്കെ വറുത്തിട്ടുള്ള രീതിയിൽ നമുക്കിത് മെൻസേ നമുക്ക് ഫുഡ് ഇങ്ങനെ കിട്ടാറുണ്ട്. ഇതൊക്കെ ഇവരുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ്. ഇതിപ്പോൾ അനനാസ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഇപ്പോൾ സെൻസ സുക്കേറി എന്ന് വെച്ചാൽ ഷുഗർ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല ഫ്ലേവറിലുള്ളതുണ്ട്. ഇരിക്കുന്ന മൊത്തം പല പല ഫ്ലേവർ. ഇപ്പോൾ ജിഞ്ചർ പ്ലസ് ആണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഓരോ ഫ്രൂട്ട് തന്നെ പല ഫ്ലേവറിലുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് നമുക്കിവിടെ ഫ്രൂട്ട് ജ്യൂസ് അവൈലബിൾ ആണ്. പിന്നെ കോള ആണെങ്കിലും കൊക്ക സീറോ, കൊക്ക നോർമാലി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇത് കണ്ടോ. ഇത് 2 റെഡ് ബുള്ളിന് ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന വില 1.99. ഈ പാലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കറികളൊക്കെ തെറ്റിച്ച് ഇങ്ങനെയല്ലേ ഈ ബ്ലോഗ്. എന്താ റിൻസി ഫൈൻ എടുക്കുവാണോ?